ഏവർക്കും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് പ്രദേശത്ത് ഗഫൂർ ഹാജി എന്ന വ്യവസായി മന്ത്രവാദത്തിന് കീഴ്പ്പെട്ട് കൊല്ലപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ആദ്യമായി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്ന ഗഫൂർ ഹാജിക്ക് അള്ളാഹു അദ്ദേഹം ഇഹലോകത്തിൽ നടത്തിയ മുഴുവൻ നന്മകൾക്കുമുള്ള പ്രതിഫലം ഖബറിൽ എത്തിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തുടക്കം മുതൽ ബേക്കൽ പോലീസിൻ്റെ അടുത്തു ചില തെറ്റുകളൊക്കെ സംഭവിച്ചെങ്കിലും ശരി, രാഷ്ട്രീയ ഇടപെടലുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിൻ്റെ പേരിലാവാം വ്യക്തമായ കൃത്യമായും പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ തയ്യാറായ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാനും ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ വ്യക്തമായി ചിന്തിക്കേണ്ടത്, ഇത്രയും തട്ടിപ്പുകൾ ഈ ആധുനിക ടെക്നോളജി വികസിച്ച ഈ കാലഘട്ടത്തിൽ, ഇത്രയും അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഭയാനകവും പ്രയാസകരവുമായ ഒരു കാര്യമാണ്. മന്ത്രവാദ കൊലപാതകങ്ങൾ, മന്ത്രവാദത്തിൻ്റെ തട്ടിപ്പുകൾ, മറ്റ് നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ അതിഭയാനകമായ ഒരുപാട് സാമ്പത്തിക തട്ടിപ്പുകളും ഒരുപാട് കൊലപാതകങ്ങളും, സാമ്പത്തികമായി ഉള്ള കൊലപാതകങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതിൽ അപൂർവം ചില കേസുകൾ മാത്രമാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിലും അപൂർവം ചില കേസുകളിൽ മാത്രമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു തുളുമ്പുന്ന പണാധിപത്യത്തിൻ്റെ ചങ്ങലക്കണ്ണികളാൽ കോർത്തിണക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെ പേരിലാണ് പ്രതികൾ കൃത്യമായി ശിക്ഷിക്കപ്പെടാതിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ മത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും തെറ്റുകാർ എന്നല്ല. പക്ഷേ എല്ലാ മേഖലകളിലും 10 പേരിൽ 2 പേരെങ്കിലും കുറ്റകൃത്യങ്ങളോട് പണത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം തന്നെ പ്രധാന കാരണം. അത് എല്ലാ മേഖലകളിലുമുണ്ട്. ഒരു മേഖലയെ മാത്രം എടുത്തു പറയാൻ കഴിയുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇവിടെ കാസർഗോഡ് ജിന്നുമ്മ എന്ന പേരിൽ നടന്ന തട്ടിപ്പ്, അതിൻ്റെ പിന്നിൽ നടന്ന കൊലപാതകം എത്രമാത്രം പണത്തോടുള്ള ഒരു ആക്രാന്തം തന്നെയല്ലേ കൊല്ലപ്പെട്ടവരും കൊല ചെയ്തവരും ലക്ഷ്യം വെച്ചത് എന്നത് വളരെ വ്യക്തമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയെങ്കിലും ഇത്തരം തട്ടിപ്പുകളിൽ, അന്ധവിശ്വാസങ്ങളിൽ ജനങ്ങൾ പെടാതിരിക്കാൻ അത് വളരെ കൃത്യമായി ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം അത്യാവശ്യം ജീവിക്കാൻ മാർഗമുള്ള ഗൾഫ് നാടുകളിൽ സൂപ്പർ മാർക്കറ്റുകളടക്കം വ്യവസായ സ്ഥാപനങ്ങളുള്ള ഗഫൂർ ഹാജി, അദ്ദേഹം നല്ല മനുഷ്യനാണ് ആയിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഈ കുറ്റവാളികൾക്ക് കഴിഞ്ഞത് എന്നത് ഒരു യാഥാർത്ഥ്യമാവാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, 600 പവൻ സ്വർണം ഇരട്ടിക്കും എന്ന് അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ആരുമെന്ന് പറഞ്ഞാലും അത് ജിന്നുമ്മയല്ല, സ്വാമിയല്ല, സന്യാസിയല്ല, എത്ര വലിയ ഇസ്മിൻ്റെ പണിക്കാരനായാലും, എത്ര വലിയ മന്ത്രവാദിയായാലും, നമ്മുടെ കയ്യിലുള്ളത് ഇരട്ടിപ്പിക്കാൻ, നമ്മുടെ കയ്യിലുള്ള പണമാണെങ്കിൽ പണം, സ്വർണ്ണമാണെങ്കിൽ സ്വർണം അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് അത് ഇരട്ടിയാക്കി തിരിച്ചു തരും എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളായി, അല്ലെങ്കിൽ അത്രമാത്രം പണത്തോട് ആർത്തിയുള്ളവരായി ഈ സമൂഹം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത് രീതിയിലുണ്ടാക്കിയ പണമായാലും ശരി, ആ പണം കൊണ്ട് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കാൻ കഴിയുന്നു എന്നതാണ്. പണം എവിടെ നിന്ന് വന്നു എന്നോ എങ്ങനെ ഉണ്ടാക്കി എന്നതോ ചിന്തിക്കാതെ എന്ത് പണമായാലും ശരി ആ പണം സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ
വളരെ കൃത്യമായി ആ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ അർഹിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ സമൂഹവും ജനങ്ങളും പോലീസും തയ്യാറാവണം. കാരണം അവർ നാളെ 1-2 വർഷം ജയിലിൽ കിടന്ന് ഈ സമൂഹത്തിന് മുമ്പിലേക്ക് പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് ഈ സമൂഹത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് വീണ്ടും പുറത്തിറങ്ങി വരുന്ന ഒരവസ്ഥയുണ്ടാവരുത്. മറ്റൊന്ന് പറയാനുള്ളത്, ഇസ്മ് മന്ത്രവാദവും അത് ഹൈന്ദവ സമുദായത്തിലായാലും മുസ്ലിം സമുദായത്തിലായാലും മന്ത്രങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ നേടാറുണ്ട്. അത് ശരിയുമാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന 90% മന്ത്രവാദ പ്രവർത്തനങ്ങളും തട്ടിപ്പ് തന്നെയാണ്. കാരണം നമ്മൾ അതിന് നിരവധി തെളിവുകൾ കണ്ടെത്തിക്കഴിഞ്ഞു. പക്ഷേ യഥാർത്ഥം മന്ത്രമറിയുന്നവൻ ആരും ഇങ്ങനെ പണത്തിന് വേണ്ടി മന്ത്രവാദ പ്രവർത്തനം നടത്താൻ തയ്യാറാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു വ്യക്തിക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ആ രോഗത്തിന് ചികിത്സിക്കാൻ ആയുർവേദമോ ഇംഗ്ലീഷ് മരുന്നോ അതോടൊപ്പം തന്നെ ഗ്രന്ഥങ്ങൾ അനുവദിച്ച മന്ത്രങ്ങളും ചൊല്ലുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയുള്ള തട്ടിപ്പ് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ഏതൊരു വ്യക്തിയായാലും അദ്ദേഹം നരകത്തിലേക്കാണ്. അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് നടത്തുന്ന തട്ടിപ്പ് അതിന് തൗബ പോലും അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് അതിൻ്റെ കിതാബുകളിൽ തന്നെ പറയുന്നത്. ഇസ്മിൻ്റെ കിതാബുകളിൽ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ മന്ത്രവാദത്തിൻ്റെ കിതാബുകളിൽ തന്നെ പറയുന്നത്, ഒരാൾക്ക് ഉപദ്രവം ചെയ്താൽ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഒരാൾക്ക് ഉപദ്രവം ചെയ്താൽ ആ ഉപദ്രവത്തിന് തൗബ സ്വീകരിക്കില്ല, അവൻ നരകത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ മുമ്പിൽ പൂർവാധികം ശക്തിയോടെ വളരെ വിപുലമായ സെറ്റപ്പോടുകൂടി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാണ് ഇത്തരം വിപുലമായ തട്ടിപ്പുകൾ നാട്ടിൽ അരങ്ങേറുന്നത്. പണാധിപത്യത്തോട് ജനങ്ങൾക്ക് പണം വേണം, പണം വേണ്ട എന്നല്ല, എല്ലാ വിഷയങ്ങൾക്കും പണം വേണം. പക്ഷേ പണത്തോടുള്ള അത്യാർത്തി തന്നെയാണ് സത്യത്തിൽ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അത് കൊല്ലപ്പെട്ടവരുടെയും കൊന്നവൻ്റെയും കാര്യത്തിൽ വിഭിന്നമല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഒരിക്കലും നേരായ വഴിയിലൂടെയല്ലാത്ത സമ്പാദ്യം ആർക്കും ഉപകരിക്കാൻ കിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്തായിരുന്നാലും ശരി, ജിന്നുമ്മ എന്ന തട്ടിപ്പ് ഈ നാട്ടിൽ നല്ല രീതിയിൽ ഖുർആനിൻ്റെ വചനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് രോഗം ഭേദമാക്കി കൊടുക്കുന്ന സാധാരണക്കാരായ നല്ല മന്ത്രം കൊണ്ട് രോഗം ശിഫയാക്കി കൊടുക്കുന്ന പലരുമുണ്ട്. അവർക്ക് പോലും ലജ്ജാകരമായ രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക. ഇനിയെങ്കിലും ആരും ഇത്രയും തട്ടിപ്പുകളിൽ വഞ്ചിതരാവാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ജയ് ഹിന്ദ്.